ബേസിക്കലി ഇതൊക്കെ ഭയങ്കര തിൻ ലൈൻസ് ആണ്. എന്താണ് ഹിപ്പ് ഹോപ്പ്, എന്താണ് റാപ്പ്? ഐ വുഡ് സേ ഹിപ്പ് ഹോപ്പ് ഇസ് എ കൾച്ചർ. റാപ്പ് ഇസ് ദ കൈൻഡ് ഓഫ് മ്യൂസിക് വിച്ച് കെയിം ഔട്ട് ഓഫ് ഹിപ്പ് ഹോപ്പ്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ എന്നെ ഒരു ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ മാത്രം കൺഫൈൻഡ് ആക്കാനും ആഗ്രഹിക്കുന്നില്ല. ഇതിൽ അഭിപ്രായ വ്യത്യാസമുള്ളവർ എവിടെയെന്ന് വെച്ചാൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ള നല്ലതാണ്, കുറച്ച് ചർച്ചകളുണ്ടാവുമല്ലോ. അതായത് ഒരു പ്യൂറിസ്റ്റ് മെൻറ്റാലിറ്റി ഉണ്ടാകുമ്പോഴാണ് ഒരു ഗേറ്റ് കീപ്പിംഗ് മെൻറ്റാലിറ്റി. ഇപ്പം നമ്മൾ പൊതുവെ ഈ എന്തെങ്കിലും കണ്ടൻറ്റിലേക്ക് ആദ്യം ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു ഗർവ് വരുമല്ലോ. ഇതാദ്യം ഗെയിം ഓഫ് ത്രോൺസ് ആദ്യം കണ്ട ആൾക്കാരൊക്കെ ഒരു അഹങ്കാരമുണ്ട്. ഇത് ഞങ്ങളുടെ പരിപാടി, ഇത് കുറച്ച് ജനകീയമാകുമ്പോൾ ഇത് ഞങ്ങളൊക്കെ ആദ്യം കണ്ട കേട്ടോ, ഇപ്പം മറ്റേ ഊളകളൊക്കെ കണ്ടു തുടങ്ങി എന്ന് പറയുന്ന പോലെ നമ്മൾക്കൊരു ആദ്യമായിട്ടൊരു കണ്ടൻറ്റിനെ പറ്റി നോളജോ ആക്സസോ കിട്ടിയത് കൊണ്ട് യു ഡോണ്ട് ടെൽ പീപ്പിൾ ഹൗ ടു ഡു ഇറ്റ്, അല്ലേ? അപ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ടുപാക് ഷക്കൂറിനെ എമിനെമിനെയും കണ്ട് റാപ്പറായ ആളല്ല. ഞാൻ ആദ്യമായിട്ടുള്ള കേട്ടിട്ടുള്ള ട്രാക്ക് റാപ്പ് സോങ് ഒരു പക്ഷേ എ റഹ്മാൻ്റെ പേട്ട റാപ്പായിരിക്കും. എനിക്കത് പറയാൻ ഒരു മടിയില്ല. അതായത് അന്ന് നമ്മൾ കേട്ടിട്ടുള്ള അതാണ്, പേട്ട റാപ്പാണ് ആദ്യമായിട്ട് കേൾക്കുന്ന റാപ്പ്. അപ്പം വാട്ട് ഈസ് ഹിപ്പ് ഹോപ്പ് എന്ന് പറയുന്നത് ഫോർ മീ ഇറ്റ്സ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. എനിക്ക് എന്നെ ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു മീഡിയമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പോൾ ഇതല്ല ആണെന്ന് പറയുന്നവരെ എന്നെ ബാധിക്കുന്നേ ഇല്ല. ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ടു ബി കൺഫൈൻഡ്, ഐ ഡോണ്ട് വോണ്ട് ടു ബി ഐഡൻറ്റിഫൈഡ് ആസ് എ ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റ് ഓൺലി. പക്ഷേ ഇതിൻ്റെ ചായ്വ്, അതിൻ്റെ മ്യൂസിക് പ്രൊഡക്ഷനും അതിൻ്റെ ഒരു അപ്പീലും ഒക്കെ വെച്ചിട്ട് അതിൻ്റെ ചായ്വ് ഹിപ്പ് ഹോപ്പിലോട്ടായതുകൊണ്ട് വി കൻ കോൾ ഇറ്റ് ഹിപ്പ് ഹോപ്പ്. ബട്ട് ഹിപ്പ് ഹോപ്പിൽ തന്നെ കമേഴ്ഷ്യലുണ്ട്, ലിറിസിസം ഉള്ള ഹിപ്പ് ഹോപ്പ് ഉണ്ട്, എംസിങ്, ബി ബോയിങ്, പിന്നെ ലൈക്ക് പീപ്പിൾ ടോക്ക് അബൌട്ട് 4 elements ഓഫ് ഹിപ്പ് ഹോപ്പ്: എംസിങ്, DJing, ബ്രേക്ക് ഡാൻസിങ്, പിന്നെ ഒരുപാട് ഇത് പറയാം. അപ്പോൾ ഇതിൽ എന്താണ് ഏതാണ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഒരിക്കലും ഇപ്പോൾ അമേരിക്കയിലാണ് ശരിക്ക് ഹിപ്പ് ഹോപ്പിൻ്റെ ഒരു ഉത്ഭവം. അപ്പം അമേരിക്കൻ കൾച്ചർ നമുക്ക് അതുപോലെ അങ്ങനെ ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ഗൺ വയലൻസ് നമുക്കില്ല, അല്ലെങ്കിൽ നമ്മൾ പോലീസ് ബ്രൂട്ടാലിറ്റി അവരനുഭവിച്ച പോലെ, അവിടുത്തെ ബ്ലാക്സോ അല്ലെങ്കിൽ മെക്സിക്കൻസോ അനുഭവിച്ച പോലെ നമ്മൾ പോലീസ് ബ്രൂട്ടാലിറ്റി അനുഭവിച്ചിട്ടില്ല. അപ്പം ഹൗ ക്യാൻ യു ഡു എ ഗാങ്സ്റ്റർ റാപ്പ് ഇൻ ഇന്ത്യ അൺലെസ് യു ഹാവ് ലിവ്ഡ് എ ലൈഫ് ലൈക്ക് ദാറ്റ്? ഹൗ ക്യാൻ യു ടോക്സ് അബൌട്ട് ഗൺസ് ആൻഡ് വയലൻസ് ആൻഡ് ഓൾ ദാറ്റ്? സോ യു ഡോണ്ട് ലൈക്ക് ലിറ്ററലി ഇമിറ്റേറ്റ്, യു കൾച്ചറലി ഇൻറ്റഗ്രേറ്റ് ചെയ്യണമല്ലോ ഇതിനെ. എൻ്റെ കഥ, എനിക്ക് പറയാനുള്ള കഥ എന്താണ്? ഇറ്റ് ക്യാൻ ബി ഫാൻറ്റസി, ഇറ്റ് ക്യാൻ ബി എ സ്റ്റോറി, ഇറ്റ് ക്യാൻ ബി യുവർ റിയൽ ലൈഫ്, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ഈ മീഡിയം ഉപയോഗിച്ച് നമുക്ക് സിനിമ പറയുന്ന പോലെ തന്നെ ഒരു ബയോപിക് പറയാം, ഒരു ഡ്രാമ പറയാം. ഹൂസ് ലിമിറ്റിംഗ് യു? ഇതാണ് റാപ്പ് എന്ന് പറയുന്നത്. അപ്പം അമേരിക്കയ്ക്ക് പറയാൻ ഒരു 10-40 വർഷത്തെ ലെഗസി ഉണ്ട്, മലയാളത്തിന് പറയാൻ ഹിപ്പ് ഹോപ്പിന് എത്ര വർഷത്തെ ലെഗസി ഉണ്ട്? സോ ഹൂ ആർ യു ടു ടെൽ മീ വാട്ട് ഇസ് ഹിപ്പ് ഹോപ്പ്? സോ അത് എന്നെ സംബന്ധിച്ച് അതൊരു മാറ്ററേ അല്ല. പക്ഷേ ഐ തിങ്ക് വാട്ട് യു ഷുഡ് ഡു ഇസ് മിയർലി ഇമിറ്റേഷൻസ് ചെയ്യാതെ ഒറിജിനാലിറ്റി കണ്ടെത്തുക. അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ ഉണ്ട്. സോ ദൈവ് ഇൻറ്റഗ്രേറ്റഡ് മലയാളം കൾച്ചർ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ കൾച്ചർ അടിപൊളിയായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഡാബ്സിയെ പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, മാപ്പിളപ്പാട്ടിൻ്റെ ഒരു എലമെൻ്റൊക്കെ എടുത്തിട്ട്. അപ്പം ഡു വാട്ട് യുവർ ഹാർട്ട് സേസ് ആൻഡ് സ്റ്റേ ട്രൂ ടു ഇറ്റ്. അതിനകത്തൊരു ഒറിജിനാലിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുക.